ഹായ് ഫ്രണ്ട്സ്, IP മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമയിൽ നിന്നും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകൾ കണ്ടിട്ടുള്ളതിൽ നിന്ന് ഇഷ്ടപ്പെട്ട കളക്ഷന്റെ ബേസിലല്ല നോക്കുന്നത്, പ്രേക്ഷക പ്രതികരണത്തിന്റെ ബേസിലാണ് ഞങ്ങൾ നോക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 10 സിനിമകൾ, അത് ആ ഒരു ഓർഡർ തന്നെ നമുക്ക് പറഞ്ഞു പോകാം. ഞാൻ കൊടുക്കുന്നത് 10ാം സ്ഥാനം സൂക്ഷ്മദർശിനിയാണ്. അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി കഴിഞ്ഞ വർഷത്തിൽ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അതേപോലെ നമ്മളെ നസ്രീൻ, അതേപോലെ ബേസി ജോസഫ്, ഇവർ തമ്മിൽ അഭിനയിച്ച സിനിമയാണ്. പ്രൊമോഷൻ്റെ വീഡിയോസ് കണ്ട് ഭയങ്കര ജോലി, തമാശ, കോമഡി ലെവലിൽ നിന്നിട്ട് സിനിമ കാണാൻ പോയിട്ട് സിനിമ കണ്ടിറങ്ങിയപ്പോൾ ആകെ ത്രില്ലടിച്ച് പോയ സിനിമ. അതുകൊണ്ട് തന്നെ നല്ല മേക്കിംഗ് ആയാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ 10ാം സ്ഥാനം കൊടുക്കുന്നത് സൂക്ഷ്മദർശിനി. ഞാൻ 10ാം സ്ഥാനം കൊടുക്കുന്നത് ഗോളം എന്ന് പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിക്കാണ്. സഞ്ജിത്ത്, പിന്നെ ദിലീഷ് പോത്തൻ, സന്നീവൻ എന്നിവരൊക്കെ അഭിനയിച്ച, സിദ്ദീഖ് അഭിനയിച്ചൊരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. എനിക്ക് പേഴ്സണലായിട്ട് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ എത്ര പേര് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ, എനിക്ക് 10ാം സ്ഥാനം കൊടുക്കുന്നത് ഗോളത്തിനാണ്. ഞാൻ 9ാം സ്ഥാനം ഞാൻ മമ്മൂട്ടി നായകനായി വന്ന ആക്ഷൻ മൂവിയായിട്ടുള്ള ടെർബോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ്. അതിൽ ആക്ഷൻ സീക്വൻസ് ആയാലും സ്റ്റോറി ആയാലും സൗണ്ട് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ 9ാം സ്ഥാനം മമ്മൂട്ടിയുടെ ടെർബോ. ഞാൻ 9ാം സ്ഥാനം കൊടുക്കുന്ന ലെവൽ ക്രോസ് എന്ന ആസിഫ് അലി, അമല പോൾ അഭിനയിച്ച നല്ലൊരു സിനിമയാണ് ലെവൽ ക്രോസ്. അതാണ് ഞാൻ 9ാം സ്ഥാനം കൊടുക്കുന്നത്. 8ാം സ്ഥാനം ഞാൻ അന്വേഷിപ്പിൻ കണ്ടെത്തും. ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, സിദ്ദീഖ് എന്നിവരൊക്കെ അഭിനയിച്ച, അസീസ് നെടുമങ്ങാട് മികച്ച വേഷം ചെയ്തൊരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. അതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പെട്ട സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലോ എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. എനിക്ക് 8ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്കോ, നമ്മളെ മോസ്റ്റ് വയലൻസ് മൂവി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ 18+ സിനിമയാണ്, കുട്ടികൾ കാണരുതെന്നൊക്കെ പറയാം. അതെ, പേഴ്സണലി അതൊരു നല്ലൊരു മൂവിയായിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര പേര് അതിനെ യോജിക്കുന്നത് എനിക്കറിയില്ല. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ് മാർക്കോ. എനിക്ക് 7ാം സ്ഥാനം ARM, അജയന്റെ 2ാം മോഷണം. ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് ടൊവിനോ, കീർത്തി സെട്ടി, ബേസിൽ ജോസഫ് ഒക്കെ അഭിനയിച്ച ഏറ്റവും മികച്ച, ടൊവിനോയുടെ കരിയറിൽ തന്നെ 100 കോടി നേടിയ ആദ്യത്തെ സിനിമയാണ് ARM. 3 വേഷത്തിലാണ് ടൊവിനോ വരുന്നത്. അതിൽ മണി എന്ന കഥാപാത്രം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൽ ഫൈറ്റ്, അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ 7ാം സ്ഥാനം ARM കൊടുക്കുന്നു. ഞാൻ 7ാം സ്ഥാനം കൊടുക്കുന്നത് ആസിഫ് അലിയുടെ കിഷ്കിന്ധ കാണ്ഡം. ഒരു മേക്കിംഗ് കൊണ്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അതുപോലെ സ്റ്റോറി വൈസ് ആയാലും, അതേപോലെ നമ്മൾ വിജയരാഘവൻ, നമ്മൾ ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് വളർന്നവരാണ്. അദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. അപ്പോൾ എനിക്ക് കിഷ്കിന്ധ ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ്. അതുകൊണ്ട് ഞാൻ 7ാം സ്ഥാനം കൊടുക്കുന്നത് കിഷ്കിന്ധ കാണ്ഡം. ഞാൻ 6ാം സ്ഥാനം കൊടുക്കുന്നത് മാർക്കോ എന്ന, ഇപ്പം പറഞ്ഞല്ലോ, അനീഫ് അദ്വാനിയുടെ ഏറ്റവും മികച്ച ഒരു മൂവിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വയലൻസ് നിറഞ്ഞൊരു മൂവിയാണ് മാർക്കോ. ഉണ്ണിമുകുന്ദന്റെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ പറയാം. ജയ് ഗണേഷിന് ശേഷം ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാറിനൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇപ്പോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതില് പിന്നെ കബീർ ദ്വാൻ സിംഗ് എന്ന വില്ലനാണ്. നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച വില്ലൻക്കുള്ള അവാർഡ് എന്തെങ്കിലും കൊടുക്കണേ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. ഒരു ഡോക്ടറായിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് മാർക്കോ 6ാം സ്ഥാനത്താണ്. ഞാൻ 6ാം സ്ഥാനം കൊടുക്കുന്നത് പ്രേമലു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കണ്ടിരിക്കുക, അതിലെ തമാശകളായാലും അതൊരു ടൈപ്പ് മൂവിയാണ്. എനിക്ക് ഭയങ്കര ഉൾക്കൊണ്ട് പറയാൻ ഒരുപാട് പേരൊക്കെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ് പ്രേമലു. ഞാൻ അത് OTT വന്നപ്പോൾ അപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 6ാം സ്ഥാനം കൊടുക്കുന്നത് പ്രേമലു. ഞാൻ 5ാം സ്ഥാനം കൊടുക്കുന്നത് ആവേശം എന്ന മികച്ച, ജിത്തു മാധവന്റെ മികച്ച ഒരു സിനിമയാണ്. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ആവേശം എന്ന ഫഹദ് ഫാസിൽ, അജു ഒക്കെ സച്ചിൻ ഗോപു ഒക്കെ അഭിനയിച്ച ഏറ്റവും നല്ലൊരു മികച്ചൊരു സിനിമയാണ് ആവേശം. ഇതിന്റെ ഓരോരോ രംഗങ്ങൾ പോലും ചെറിയ പിള്ളേർക്ക് രംഗണ്ണൻ, എടാ മോനെ, ശ്രദ്ധിക്കമ്പാനെ, അങ്ങനത്തെ ഡയലോഗൊക്കെ ചെറിയ പിള്ളേർക്ക് വരെ ഏറ്റെടുത്ത ഇതാണ്. അതുകൊണ്ട് ഞാൻ 5ാം സ്ഥാനം കൊടുക്കുന്നത് ആവേശത്തിനാണ്. ഞാൻ കൊടുക്കുന്നത് വാഴ.
വാഴ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെക്കന്മാരെല്ലാം കൂടി അഭിനയിച്ച് തകർത്താടിയ മൂവി. കോമഡി എന്ന് പറഞ്ഞാൽ ജാതി കോമഡിയാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് സംസാരിക്കുന്ന ആ ടോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ അത് പ്രേമലായാലും അങ്ങനത്തെ ഡയലോഗ് ഡെലിവറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നോർമലി ബാക്കിൽ നിന്ന് ഉണ്ടല്ലോ അവർ അടിക്കുന്നത്, എനിക്കത് വർക്കായില്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വർക്കായിട്ടില്ല. വേറെ ഒരുപാട് ഒരു ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നല്ല സന്ദേശം കൊടുക്കുന്ന രീതിയിലേക്ക് മാറിയ പടം. എനിക്ക് പേഴ്സണലി 5ാം സ്ഥാനം ഞാൻ കൊടുക്കും വാഴ. 4ാം സ്ഥാനം മഞ്ഞുമൽ ബോയ്സ്. ഓക്കെ, 4ാം സ്ഥാനം ഞാനും കൊടുക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പൊ നമ്മളെ ചിദംബരം സംവിധാനം ചെയ്ത് സബിൻസാർ ഗണപതിയൊക്കെ അഭിനയിച്ച ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ്. അത് കേരളത്തിലെ ആദ്യത്തെ 200 കോടി മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ്. ഓക്കെ, 3ാം സ്ഥാനം പറയും ഞാൻ ഏറം. നമ്മളെ ടോവിനോയുടെ ഏറമാണ് ഞാൻ 3ാം സ്ഥാനം കൊടുക്കുന്നത്. അതിലെ മുന്നേ പറഞ്ഞ പോലെ തന്നെ മണി എന്ന കഥാപാത്രം അത് വേറെ ലെവലായിരുന്നു. അതന്നെ യാത്ര, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക, അത് ഭാര്യയോടുള്ള ആ ഒരു സ്നേഹത്തിന്റെയും കൂടിയാണ്, അതിന്റെയും കൂടിയാണ് ആ സ്റ്റോറി. അതും കാണാതെ പോയത്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ മേക്കിംഗ് ആയാലും സ്റ്റോറി വൈസ് ആയാലും അല്ലെ ബേസിലുണ്ട് അതില് എല്ലാം കൂടി. ബേസിൽ ഒരു വർഷമാണ് 2024. ജനപ്രിയ താരം എന്ന നിലയ്ക്കും വരുന്നുണ്ട്. അതെ, അത് ഇന്ത്യ അഭിപ്രായത്തിൽ അദ്ദേഹം ഡയറക്ഷൻ വിട്ടു പോകരുത്. സൂപ്പർ ലെവലാണ്. അപ്പൊ അതുകൊണ്ട് 3ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഏറമാണ്. ഞാൻ 3ാം സ്ഥാനം കൊടുക്കുന്നത് കിഷ്കിന്ധകാണ്ഡം. നേരത്തെ പറഞ്ഞല്ലോ, ആസിഫ് അലി, വിജയരാഘവൻ തകർത്ത് അഭിനയിച്ച ഒരു നല്ലൊരു മൂവിയാണ് കിഷ്കിന്ധകാണ്ഡം. അതിലെ ഓരോരോ സീൻ എനിക്കിപ്പോ നല്ല ഓർമ്മ വരുന്നുണ്ട്. കാറിൻ്റെ ഉള്ളിൽ ആസിഫ് അലി മുകളിലിക്കുന്ന സീനൊക്കെ എനിക്ക് നല്ല ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ 3ാം സ്ഥാനം കൊടുക്കുന്നത് കിഷ്കിന്ധകാണ്ഡത്തിന്. 2ാം സ്ഥാനം ഞാൻ ആവേശത്തിന് കൊടുക്കും. ആവേശം. അപ്പോ 2024 നമ്മളെ കോമൺ സംസാരത്തിലുള്ള ഒരു ഡയലോഗ് ഡെലിവറി അതിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിൻ്റെ മേക്കിങ്, അതിൻ്റെ സ്റ്റോറി കൊണ്ടുപോയ രീതി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൻ്റെ പാട്ട്, സുഷിൻ ശ്യാമിൻ്റെ പാട്ട്, അതൊരു രക്ഷയില്ല. അവിടെ 2ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ആവേശം. ബ്രഹ്മയുഗം. ഇതിന്റെ സംവിധായകൻ രാഹുൽ സദാശിവമാണ്. ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ചെയ്യുന്ന വേറൊരു ഹൊറർ ടച്ച് ഉള്ള ഒരു മൂവിയാണ് ബ്രഹ്മയുഗം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന മൂവി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിക്ക് ഇത്ര റിസ്ക് ചെയ്യാൻ അവിടെയാണ് മമ്മൂക്ക എന്ന നായകന്റെ അവസരം കൊടുക്കും. പുതുമുഖങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുക്കുന്ന സൂപ്പർ സ്റ്റാർ എന്താ പറയാ, പുതുമുഖങ്ങളുടെ അടുത്താണ് സംശയമില്ല. അപ്പൊ എന്റെ ഇഷ്ടപ്പെട്ട 2ാമത്തെ മൂവി ബ്രഹ്മയുഗമാണ്. ഓക്കെ, ഞാൻ 1ാമത്തെ പറയാം. 1ാമത്തത് ഗോട്ട് ലൈഫ്. ഇഷ്ടപ്പെട്ട 1ാം സ്ഥാനം. രണ്ടുപേരും 1ാം സ്ഥാനം കൊടുക്കുന്നത് ഗോട്ട് ലൈഫിനാണ്. കാരണം പേഴ്സണലി ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ് അത്. അതിന്റെ സർവൈവൽ ആയിക്കോട്ടെ, അത് ഒന്നാമത് ആഡിയോ എന്ന് പറഞ്ഞ സ്റ്റോറി വായിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വായിച്ചിട്ട് തന്നെ നമുക്ക് ഭയങ്കര ഫീൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിഷ്വൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഭയങ്കര ആകാംക്ഷ. പൃഥ്വിരാജ് 15 വർഷം ഒരു സിനിമക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാല് എല്ലാവരും അതിന്റെ എല്ലാ ക്രൂ മെമ്പേഴ്സ് ഫുള്ള് കൊറോണ കാലത്തൊക്കെ ജോർദാന അങ്ങനെ അവിടെയൊക്കെ സ്റ്റക്കായി കേട്ടിട്ടുണ്ട്. അതൊക്കെ 15 വർഷമാണ് ഒരു സിനിമക്ക്. 2008 മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്തത് സിനിമ. 2023 സിനിമ സെൻസറിങ് ചെയ്യുന്നത്. ഏറ്റവും മികച്ച ഞാൻ 2024 ബെസ്റ്റ് മൂവി എന്ന് പറയുന്നത് ഗോട്ട് ലൈഫ്. നിങ്ങൾക്കും ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവീസ്, ബെസ്റ്റ് 10 മൂവീസ്, 5 മൂവീസ് ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം. ഗുഡ് ബൈ.